പണിയൊന്നുമില്ല കുട്ടിയെ. നമ്മളെ വേസ്റ്റ് കുറിച്ച് പെരിച്ചായ മാന്തിയാളൊക്കെ പൊളിഞ്ഞാടിയല്ലോ. ഹലോ അസ്സലാമു അലൈക്കും. സലാം പറയാം. വേസ്റ്റ് കുറിച്ച് പൊളിഞ്ഞാടിയായിരുന്നു. ഇത്ര എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പഴയ വേസ്റ്റ് കുറിച്ച് 13 കൊല്ലം ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ സ്ലാബ് ഉണ്ടാക്കിയിട്ടായിരുന്നു. ഇപ്പോൾ ഇത്ര കാലം നിന്നു. അപ്പോൾ പെരിച്ചായ പൊളിച്ചടിച്ചാണ് മാന്തി. അതിലെന്താട്ടി നമ്മളിത് ചെറുതാക്കി ഒരു കല്ല് വെച്ച് ഇങ്ങനെ പത്തിട്ട് പൊയ്യെന്ന് പൊക്കിക്കാണല്ലേ. ഇങ്ങനെ ചെറുതാക്കാൻ കാരണം എന്താണ്? നമ്മളെ അലകുന്ന സ്ലാബിൻ്റെ പ്രശ്നം കിട്ടി. ഇതുള്ളൂ അവിടെ വീട് എടുത്തപ്പോൾ അവിടെ 2 സ്ലാബിൻ്റെ പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ കുയ്യാക്കിയതാണ്. അല്ല കുയിന് കണക്കായിട്ട് സ്ലാബ് ആക്കിയത്. അതാണ് നേരത്തെ ഉണ്ടായതുകൊണ്ട് നേരത്തെ പോയി. അപ്പോൾ ആ സ്ലാബ് എന്ന് ഉച്ചയ്ക്ക് നമ്മൾ പിന്നെ അവിടുന്ന് അറബി വണ്ടിയിൽ ഉന്തിയാണ്ട് കൊടുന്നതാണ്. വാങ്ങി പിടിച്ചാണ് നമ്മൾ കൊടുന്ന് വെച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് സിമെൻറ്റ് ഇട്ട് സെറ്റാക്കാൻ. എന്നിട്ട് വേണം മഴ ചുമനുള്ളിൽ വെള്ളം കയറില്ലെങ്കിൽ. അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടി ബാ നിങ്ങളാടാ ഇവിടെ കൂടി കൊണ്ട് ഹെൽപ്പായിട്ട് അത് ശരി കണ്ണടിച്ചിട്ട് കാര്യമല്ലേ. ബാ അവൻ പോയി അച്ചിമ്മേനൊക്കെ അറിയാൻ വരും. അപ്പോൾ അതിൻ്റെ പണി കാണുമ്പോൾ നേരം വെച്ചിട്ടല്ല ഇപ്പോൾ ഉച്ചക്ക് ഇറങ്ങിയത്. ഒരു 3 മണിക്ക് ഇറങ്ങിയത് കേട്ടോ. നേരം വെച്ച വേറെ സവാരി ഉണ്ടായി അതിന് വഴി. അപ്പോൾ കുജിൻ്റെ വീതി കുറച്ചിട്ട് നമ്മൾ ആ സ്ലാബിന് കണക്കാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്ര വെള്ളം ഉണ്ടാവും. പാത്രങ്ങളുടെ വെള്ളം കുളിമുറിയത്തെ കുറച്ച് വെള്ളങ്ങളൊക്കെ വരുള്ളൂ. അതങ്ങനെ നിൽക്കും. കുറേ ആകുമ്പോഴത്താവും. എപ്പോഴും മോട്ടത്തമാര് യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ ആ വെള്ളം അങ്ങനെ നിൽക്കുമതിൽ അതിലേറെ പൊന്തിയാലും നമ്മൾ അടുത്ത പാത്രം കഴിയുമ്പോൾ അതിൽ താവും. അപ്പോൾ ഞാനേ സിമെൻ്റ് അവിടെ കൂട്ടിയിരുന്നു. ഇവിടെ മണ്ണായിട്ടില്ല അവിടെ കൂട്ടിക്കണം. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വരാം കേട്ടോ. വെയിറ്റ് ഫോർ യു. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പണിയുള്ളൂ. ഞാൻ പണിക്കാരെ കിട്ടൂല, നേരത്തെ കിട്ടൂല. നമുക്ക് ഒഴിവിലേക്ക് എടുക്കാൻ പറ്റില്ല. നമുക്കൊന്നും നാളെ കൂടെ ഒഴിവുള്ളൂ. പിന്നെ സ്കൂൾ പറഞ്ഞില്ലേ നമുക്ക് വീട്ടിലെ ക്യാൻറ്റീനത്തെ പരിപാടിയുണ്ടല്ലോ. അപ്പോൾ അതിനിടയിലെ പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് വയ്ക്കണമാതിരി നമ്മൾ എടുക്കുക. ഒരു പണിയും പറ്റാത്തല്ല. അതാണ് പിന്നെ എടുക്കാൻ പറ്റാത്തൊരു പണിയില്ല. നമ്മൾ എടുത്തു നോക്കിയിട്ടാണ്. നമ്മൾ മലയാളികൾക്ക് വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ഊരാവളിയന്മാരാണ്. അതുകൊണ്ടിപ്പോൾ ബംഗാളികൾ ഇവിടെ എല്ലാം കാര്യം ഉണ്ടാക്കിയത് നമ്മൾ എടുക്കാത്തത്. ഒരു വീഡിയോ കണ്ടമാതിരി ഒരു വീഡിയോയിൽ മലയാളം ഉണ്ട് ബംഗാളി വേഷം കിട്ടുകയാണ്. എന്തിനാ വെച്ച് പണി ഇട്ടായിട്ടാണ്. അപ്പോൾ ബംഗാളികൾ ഒരു പണി കൊടുക്കും. പിന്നെ കണ്ട ബംഗാളി ലുക്കില്ലേ? ഇനി കണ്ട ബംഗാളി ലുക്കില്ലേ? আমি তুমি আসামে നോഹാനി ഡിസ്ട്രിക്ട് ആസമേ. രണ്ട് പിന്നെ ബംഗാളി ഭാഷ പറഞ്ഞാൽ ഞാൻ ബംഗാളി കേട്ടിട്ടുണ്ട്. ബാലുവച്ചിനി ഉണ്ട്. അപ്പോൾ നമുക്ക് വയ്ക്കണ മാതിരി നമ്മളെ ബുദ്ധിയിൽ ഒതുങ്ങണ മാതിരി പണിയെടുക്കുക. ഇതോട് കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ യൂസ് ചെയ്യണത്. വേറെ ഇതിൽ ആനന്ദ് പോലല്ലോ. നമ്മൾ നടന്നു പോകാനല്ലേ. അതിന് സ്ലാബ് കൊണ്ടൊന്നുമില്ല. പണ്ടുമല്ല നമ്മൾ 13 കൊല്ലം ഈ സ്ലാബ് മേലെ നിർത്തിയില്ലേ. അത് ഞാൻ തന്നെ വാർത്ത. ഇപ്പോഴല്ലേ പെരിച്ചായ നമ്മൾ സ്വീപ്പാക്കിയത്. പെരിച്ചായ സ്വീപ്പാക്കിയത് ഇനിയും പോവാം. പെരിച്ചായ വലിയ തുരങ്കം ഉണ്ടാക്കിയേക്കണേ. പെരിച്ചായ നമ്മളെ ബെഡ്റൂമിൽ തുരങ്കം ഉണ്ടാക്കിയാതിരിക്കണം. ബാക്കി നമുക്ക് സ്ലാബ് ഇട്ടിട്ട് നോക്കാം. സ്ലാബ് ഒന്ന് ഇട്ട് നോക്കട്ടെ എങ്ങനെ നോക്കാലോ. ബാക്കിയുള്ള നമുക്ക് ഒറ്റയ്ക്ക് പൊന്ത് വെച്ചാൽ നമ്മൾ നോക്കുക തന്നെ വേണം. അപ്പോൾ അവിടുന്ന് കൊടുന്നില്ല. അതെ നമ്മൾ വെച്ചിട്ടല്ലേ കൊടുന്നത്. അപ്പോൾ നമ്മൾ ശ്രമിച്ചു നോക്കാം. നമ്മളെ ബുദ്ധിയിൽ എങ്ങനെയൊക്കെ ഇടാൻ പറ്റും നോക്കുക. അപ്പം അറബി വണ്ടിയില്ലേനോ? അപ്പം അറബി വണ്ടി ഇത് ഇവിടുന്ന് അറബി കൊണ്ടൊന്നും ഇടാൻ പറ്റുമല്ലോ. ഈ കുജിൻ്റെ അടുത്ത് തന്നെ ഉള്ളത്. ഞാൻ അറബി വണ്ടി സൈക്കിൾ എടുത്തെങ്കിലും എടുത്ത് വെച്ചാൽ പോരാ. അപ്പോൾ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ ഇൻഷാ അല്ലാഹ്. ولد تفضل يلا مشي بسرعة. പിടിച്ചെടുത്താ അല്ലെങ്കിൽ ക്യാമറ പിടിച്ച് സൈക്കിളും കൊണ്ടാട്ടെ നീ എടുക്കൊക്കെ വരുന്നേ. ഇല്ല ആ ബംഗാളി ഭാഷ പഠിച്ചു. നിങ്ങൾ വെറുതെ പൊളിയിലേ അപ്പോൾ മക്കളെ നമ്മൾ
ഐഡിയ ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ നമ്മൾ പോകട്ടോ. ഇന്ന് എന്ത് ചെയ്യുന്നോ, മുളം വെച്ച് നമ്മൾ വിറ്റും മുളം മാറ്റി വെക്കാം. ആ ടയർ കൊടുത്ത് നിൽക്കണം ആവശ്യമുണ്ട്. അത് പിടിച്ചോളി. ബാക്കിലും വെക്കണ്ടേ? പിടിച്ച് കോണി പിടിച്ച് നെയ്മേ. അപ്പോൾ ഒരു മുള എടുക്കാൻ വേണ്ടി കാര്യം കേട്ടോ. ഒരു മുളൻ്റെ കമ്മിയുണ്ട്. ഇവിടെ മുള ഉണ്ട്, പക്ഷെ മുറിച്ചത് ശരി മക്കളെ തോന്നി പീസ് അപ്പുറത്ത് കണ്ടോ കേട്ടോ. അപ്പം നമ്മൾ ഈ മുളമ്പക്ക് ഒരു തലാക്ക നല്ല ഉറ്റി കൊണ്ടുപോകും. കാണിച്ചാൽ കേട്ടോ, ക്യാമ്പ് അടിച്ചത് പോലെ പിടിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഒറ്റക്കാകുമ്പോഴേ നമ്മൾ ഊരെ സിൽവർ ബോൾട്ട് പോകും. അപ്പോൾ ഒന്ന് നമ്മൾ ഇട്ടോ. ഇനി അടുത്ത നമ്മൾ ഇടാൻ പോവാണ്. പൊന്തിച്ചെടുക്കും മോണ്ടാ. ടയർ വെക്കാൻ വരാ. ഒന്ന് വാടാ. കാലെടുക്ക് അന്റെ കാലെടുക്ക്. ചെറുത്ത അപ്പുറത്ത് കുറച്ച് കിടക്ക്. പിന്നെ ഇട്ടിക്കൊണ്ടോ കുറച്ച് മനസ്സിലായി പിടിച്ചു കൊടുക്ക്. അപ്പം മക്കളെ നമ്മൾ 2 സ്ലാബ് ഇട്ടു. ഇനിയാണ് ബാക്കിയുള്ള പണി. അല്ലേ 2 സ്ലാബ് നമുക്ക് ഏകദേശം ഐഡി കിട്ടത്. ഇനി മോനെ സംശയത്തിൻ്റെ പെരിച്ചായി പോകുന്നു. അവിടെ വേറെ പണിയുണ്ട്, പണി കിട്ടില്ലല്ലോ. അതിൽ പെരിച്ചായൊന്നും പോവില്ല. നമുക്ക് അങ്ങോട്ട് ചെറിയ ചെരിവുണ്ട്. അപ്പം നമുക്ക് അവിടെ ലേശം പൊക്കിയിട്ട് ചെറിയൊരു 1/2 ഇഞ്ചിൻ്റെ കമ്മിയാണ് ഇതിൽ. അതേമാതിരി പണി ഉണ്ടാവും ഉണ്ടോ, ഒരു 1/2 ഇഞ്ചിൻ്റെ കമ്മി. അപ്പോൾ വാട്ടർ ലെവലായാൽ ഒരു ലെവലൊന്നും. അപ്പോൾ നമ്മൾ ചെറിയ പീസ് വെച്ചാണ്ട് പൊക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലെവലാവും. അപ്പം നമുക്ക് സ്ലാബ് ഇട്ട് കഴിഞ്ഞ് ഇതിൽ ചുറ്റുമാകുന്ന ഒന്ന് ചെറിയ ചെരിച്ചിട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. ഏറ്റവും നേരം വെള്ളം ഇറങ്ങും. ഇവിടെ ഗ്യാപ്പൊക്കെ അടച്ച് വൃത്തിയാക്കില്ല. ഞാൻ പണിയാകും കേട്ടോ. അക്കരത്തൊക്കെ നിർത്തിയിട്ട് ലെവലാക്കാം. ചെറിയ ടൈൽസിൻ്റെ പൊട്ടിച്ചതുകൊണ്ട് ലെവലാക്കിയാൽ അക്കലോട് നിർത്തി വെക്കാം. എന്നിട്ട് എന്താണ് നമ്മൾ നടക്കുമ്പോൾ അങ്ങനെ നടക്കും. അക്ക നിർത്താം. എന്നാൽ സിമ്മനുകൾ സെറ്റായി പിന്നെ അവിടെ കടന്നോളും. ഇത് പേരും പേടിച്ചാണ്. അപ്പം ഞാൻ ഇന്നലെ നമ്മൾ ഇവിടെ അളവിട്ടാൻ വേണ്ടി വെച്ച പലകളാണ്. ഇനി ഇത് നമുക്ക് ഒഴിവാക്കാം. ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സ്ലാബ് ഇട്ടു. ഇനി നമ്മൾ ഈ ചുറ്റു അങ്ങനെ ചെറിയ ഒരു സിമെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇതിലൂടെ വൃത്തിയാക്കിയിട്ടാൽ സാറെ കാണിച്ചാൽ പിന്നെ കാണിച്ചു. നമ്മൾ തന്നെ ഹെൽപ്പറുള്ളൂ. ഒക്കെ നമ്മൾ തന്നെയാണ്. അപ്പം നമ്മൾ സിമെൻറ്റ് ഹെൽപ്പർമാരൊക്കെ ആ കെട്ടി കൊടുത്താൽ മുടി. അതല്ലേ ഹെൽപ്പറാണ് ഞാനാണ് നോക്കോ. എന്നിട്ട് ഈ കോഴിക്കോട് പൊളിച്ചോളം അത് പൊളിച്ചിട്ടാണ് പോയി.
നോക്കിയില്ല. പരിപാടി നമുക്ക് വലൈക്കും സലാം. സിമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലേസോടെ ഇങ്ങനെ ഇട്ടാണ് നമുക്ക് ഈ ലെവലിലാക്കാം. ഇങ്ങനെ ഈ ലെവലിലാണ് ഇന്ത്യ സെറ്റ് ഇങ്ങനെ ഒരു പേരും പേടിച്ചാണ് ഇറങ്ങൂല, വെള്ളം ഇറങ്ങൂല. ഇനിയിപ്പോൾ പിന്നെ ഇട എത്തിയിട്ടാണ്. ഇപ്പോൾ തൽക്കാലം ഫുള്ള് കിട്ടണം, എന്നാലും അവസാനം വെക്കണം മതി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെയാണ്. ഇനി നാളെ ഞായറാഴ്ച, നാളെ ഇവിടെ ക്യാൻറ്റീൻ കുറച്ച് ക്ലീനാക്കാൻ പണിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞവരെ മറ്റന്നാളെ സ്കൂൾ തുറക്കാനല്ലേ. അപ്പം ഞാൻ അങ്ങനെ ആ പണിയിൽ കയറും. അപ്പം ഇനി ഒഴിവുപോലെ നമ്മൾ എടുക്കുള്ളൂ. ഇനി സിമെൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മഴയൊക്കെ ചെയ്തിട്ട് നോക്കും, വെള്ളം അവിടെ നിൽക്കണമൊക്കെ നോക്കിയിട്ട് നമ്മൾ അനുസരിച്ചിടാം. ഓക്കെ. അപ്പോൾ എല്ലാവരും പിന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ മുത്തുമണികൾക്കും ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ, ബൈ ബൈ.